ചെന്നൈയിലെ രാജീവ് ഗാന്ധി ശാലൈ എന്ന പാതയിലൂടെ സഞ്ചാരം തുടരുകയാണ് ഞാൻ. ഇരുവശത്തും IT കമ്പനികൾ ഉയർന്നു നിൽക്കുന്ന പാത. നിരവധി IT പ്രസ്ഥാനങ്ങൾ, IT പാർക്കുകളും IT ടവറുകളുമൊക്കെ പിന്നിട്ടാണ് കടന്നുപോകുന്നത്. മെട്രോ പാത ദീർഘിപ്പിക്കുന്ന പണി ഇവിടെയെല്ലാം നടക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി ശാലയ്ക്ക് മുകളിലൂടെ ഉയർത്തു നിർമ്മിച്ച തൂണുകൾ, OMR അഥവാ ഓൾഡ് മഹാബലിപുരം റോഡ് എന്നറിയപ്പെടുന്നതും ഈ പാത തന്നെയാണ്. ഇക്കാണുന്നത് മൗറി ടെക് എന്ന കമ്പനിയാണ്. IT സ്ഥാപനം തന്നെ. തമിഴ്നാടിന്റെ IT കോറിഡോർ എന്നൊരു വിശേഷണം തന്നെയുണ്ട് രാജീവ് ഗാന്ധി ശാലയ്ക്ക്. ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നത് വേൾഡ് ട്രേഡ് സെന്റർ ആണ്. 16 ഏക്കറിൽ വ്യാപിച്ചു നിൽക്കുന്ന കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ സെന്ററാണ് ചെന്നൈ വേൾഡ് ട്രേഡ് സെന്റർ. 2020 ഇത് പ്രവർത്തനം തുടങ്ങിയത്. പല കമ്പനികൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. 28 നിലകളുള്ള ടവറിന്റെ 18 നിലകൾ ഇപ്പോൾ ആമസോണിന്റെ ഓഫീസാണ്. ജർമ്മൻ ഷിപ്പിംഗ് കമ്പനിയായ ഹപ്പാങ് ലോയിഡ് ഉൾപ്പെടെ പല വൻകിട കമ്പനികളും ചെന്നൈ വേൾഡ് ട്രേഡ് സെന്ററിൽ പ്രവർത്തിക്കുന്നുണ്ട്. IT കമ്പനികൾ മാത്രമല്ല, അവിടെയുള്ളവരുടെ ആഡംബര അപ്പാർട്ട്മെന്റുകൾ, കൺവെൻഷൻ സെന്ററുകൾ, വൻകിട ഹോട്ടലുകൾ തുടങ്ങിയവയെല്ലാം ഈ പാതയോരങ്ങളിലുണ്ട്. ഇത് ഹോളിഡേ ഇൻ ഹോട്ടലാണ്. 5 സ്റ്റാർ ഹോട്ടൽ. 202 മുറികളുണ്ട് ഇവിടെ. ഗോൾഫ് കോഴ്സ് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റികളും. ഹോളിഡേ ഇന്നിന്റെ തന്നെ പല ഗ്രേഡിലുള്ള ഹോട്ടലുകൾ ചെന്നൈയിലുണ്ട്. ഇതിവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. 1995 ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെന്നൈ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. ദേശീയതലത്തിൽ പ്രശസ്തമായ നിരവധി സ്ഥാപനങ്ങളുണ്ട് ചെന്നൈയിൽ. അതിലൊന്ന് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി സിനിമാ താരങ്ങളെയും ഫിലിം ടെക്നീഷ്യന്മാരെയും എല്ലാം സൃഷ്ടിച്ച ഒരു സ്ഥാപനം. ഇതാണ് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കവാടം. ഇന്നിതറിയപ്പെടുന്നത് MGR ഗവൺമെന്റ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. സിനിമാ പഠനത്തിനായി ഏഷ്യയിൽ തന്നെ ആദ്യമായി സ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. സ്വാതന്ത്ര്യത്തിനു മുൻപ് 1945 ഇത് തുടങ്ങിയത്. 1965 ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ക്യാമ്പസിലേക്ക് മാറ്റിയത്. സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലിനെ കണ്ട് അനുമതി വാങ്ങി അകത്ത് ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചാണ് ചെന്നത്. പക്ഷേ പ്രിൻസിപ്പൽ സ്ഥലത്തില്ല. തെന്നിന്ത്യൻ സിനിമയിലെ നിരവധി പ്രഗത്ഭരെ സൃഷ്ടിച്ച സ്ഥാപനമാണിത്. രജനീകാന്ത്, ശ്രീനിവാസൻ, മണിയൻ പിള്ള രാജു, ചിരഞ്ജീവി, സുഹാസിനി, രഘുവരൻ, നാസർ, മങ്കട രവിവർമ്മ, അഴകപ്പൻ, രാജീവ് മേനോൻ, PC ശ്രീറാം തുടങ്ങി എത്രയോ പേർ. അടുത്തതായി മദ്രാസ് IITയുടെ കവാടത്തിന് മുന്നിലേക്കാണ് എത്തുന്നത്. ഇവിടെ നിന്നങ്ങോട്ട് 3-4 കിലോമീറ്റർ പ്രദേശത്ത് പരന്നു കിടക്കുകയാണ് മദ്രാസ് IIT. ദക്ഷിണേന്ത്യയിൽ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാവുമ്പോൾ അതേക്കുറിച്ച് പഠിക്കാൻ ആശ്രയിക്കുന്നത് മദ്രാസ് IITയെ ആണല്ലോ. IIT കഴിയുന്നതോടെ ഗാന്ധി മണ്ഡപം എന്ന സ്ഥലത്തേക്കെത്തുന്നു. കാമരാജ് ഉൾപ്പെടെ നിരവധി പേരെ സംസ്കരിച്ചിട്ടുള്ള സ്ഥലമാണിത്. കരുണാനിധി മരിച്ചപ്പോൾ ദേഹം ഗാന്ധി മണ്ഡപത്തിൽ സംസ്കരിക്കാം എന്നായിരുന്നു ജയലളിതയുടെ പാർട്ടി പറഞ്ഞത്. പക്ഷേ DMK ഹൈക്കോടതിയെ സമീപിച്ച് കരുണാനിധിയുടെ മൃതദേഹം അണ്ണാദുരയെയും മറ്റും സംസ്കരിച്ച മറീന ബീച്ചിൽ സംസ്കരിക്കാൻ അനുവാദം നേടിയെടുക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ലിറ്റിൽ മൗണ്ട് എന്ന പ്രദേശത്തേക്കാണ്. നിരവധി പടവുകൾ കയറി മുകളിലേക്ക് നടന്നു. എത്തുന്നത് ലിറ്റിൽ മൗണ്ടിലെ സെന്റ് തോമസ് ചർച്ചിലേക്കാണ്. ഇത് പുതിയ പള്ളിയാണ്. ഞാൻ ഈ പുതിയ പള്ളി കാണാൻ വേണ്ടിയല്ല വന്നത്. ചരിത്രവുമായി അല്ലെങ്കിൽ വിശ്വാസവുമായി വലിയ ബന്ധമുള്ള ഒരു പ്രദേശമാണിത്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ സെയിന്റ് തോമസ് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. അദ്ദേഹം വസിച്ചിരുന്നതും ഇവിടെയാണത്രേ. 1551 പണിതതാണ് ഈ പള്ളി. എന്നാൽ 2000 വർഷം മുൻപ് ക്രിസ്തുമത പ്രചാരണത്തിനായി സെയിന്റ് തോമസ് ഇവിടെ വന്നു എന്നാണ് കരുതപ്പെടുന്നത്. കേരളത്തിലെ ഉൾപ്പെടെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെല്ലാം വിശ്വസിക്കുന്ന ഒരു കാര്യമാണത്. അദ്ദേഹം ദീർഘകാലം വസിച്ചത് ഇവിടുത്തെ ഒരു ഗുഹയിലാണത്രേ. ഇവിടെയാണ് ആ ഗുഹ. കവാടത്തിൽ ഒരു കുരിശ് കൊത്തിവെച്ചിരിക്കുന്നു. സെയിന്റ് തോമസ് കൊത്തിയ കുരിശാണ് അതെന്നാണ് വിശ്വാസം. ഞാൻ ഗുഹയുടെ അകത്തേക്കു കയറി. ഉയരം കുറഞ്ഞ എന്നാൽ സാമാന്യം വിസ്താരമുള്ള ഒരു ഗുഹയാണ്. അതിന്ന് സന്ദർശകരെ തെല്ല് ഭയപ്പെടുത്തുന്ന മട്ടിൽ ചുവന്ന ലൈറ്റൊക്കെ ഇട്ടുവച്ചിരിക്കുന്നു. ഡ്രാക്കുള സിനിമയുടെ സെറ്റ് പോലെ. കുറെ കാലം സെയിന്റ് തോമസ് വസിച്ച ഗുഹയാണിത്.
ഈ ഗുഹയുടെ മുകളിൽ പാറയിലാണ് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചിരുന്നത്. ആ സ്ഥലത്താണ് ഇപ്പോൾ പള്ളി. ചെന്നൈയിലെ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടം. ചിന്നമലൈ എന്ന് തമിഴർ വിളിക്കുന്ന ലിറ്റിൽ മൗണ്ട് അപ്പോസ്തലന്മാരുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടായ ആദ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പള്ളിയുടെ മുൻപിൽ ഇങ്ങനെയൊരു ശിലാസ്തംഭമുണ്ട്. പില്ലർ ഓഫ് ഫെയ്ത്ത് എന്ന് അറിയപ്പെടുന്നു. ഒരേ പാറയിൽ നിന്ന് വെട്ടിയെടുത്ത 3 ശിലാഖണ്ഡങ്ങൾ കൊണ്ടാണ് പില്ലർ നിർമ്മിച്ചിരിക്കുന്നത്. കുറേ വർഷങ്ങളോളം സെന്റ് തോമസ് ഇതിലെയെല്ലാം നടന്നിരുന്നു എന്നാണ് വിശ്വാസം. ഇത് പുതിയ പള്ളിയാണ്. അടുത്ത കാലത്ത് നവീകരിച്ച പള്ളി. ആ പള്ളിയിലേക്ക് കയറി ചെന്നു. ഇവിടെ ഒരു കല്യാണം നടക്കുകയാണ്. പുഷ്പാലങ്കൃതമാണ് പള്ളിക്കകം. വിവാഹ ചടങ്ങിനായി ഒരുക്കിയ അലങ്കാരങ്ങളാണ്. സെന്റ് തോമസുമായി ബന്ധപ്പെട്ട 3 ദേവാലയങ്ങളാണ് ചെന്നൈയിൽ ഈ ഭാഗത്ത് പ്രധാനമായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ദേവാലയമാണിത്. അടുത്ത 2 ദേവാലയങ്ങളും ഇതിന്റെ കണ്ടിന്യൂവേഷനാണ്. സെന്റ് തോമസ് ജീവിച്ചിരുന്ന സ്ഥലവും അവിടുത്തെ പള്ളിയുമാണ് ഇപ്പോൾ കണ്ടത്. അടുത്തത് സെന്റ് തോമസ് മരിച്ച സ്ഥലമാണ്. അതാണ് സെന്റ് തോമസ് മൗണ്ട് എന്നറിയപ്പെടുന്നത്. സെന്റ് തോമസ് മൗണ്ടിലേക്ക് നീണ്ടുകിടക്കുന്ന ഈ റോഡ് മൗണ്ട് റോഡ് എന്നറിയപ്പെടുന്നു. ഗിണ്ടി ഏരിയയിലൂടെയാണ് കടന്നുപോകുന്നത്. സെന്റ് തോമസ് മൗണ്ട് നാഷണൽ ഷ്രൈനിന്റെ കവാടം കടന്നു. ശരിക്കും ഒരു സമതല പ്രദേശമാണല്ലോ ചെന്നൈ. അങ്ങനെ പരന്നുകിടക്കുന്ന നഗരത്തിനകത്തെ ഒരു മലയാണിത്. ഇന്ത്യയിലെ ക്രിസ്തുമതത്തിന്റെ ജന്മസ്ഥലമെന്നാണ് സെന്റ് തോമസ് മൗണ്ട് അറിയപ്പെടുന്നത്. ഈ മല പൂർണ്ണമായും പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പ്രദേശമാണിപ്പോൾ. സെന്റ് തോമസ് മൗണ്ട് നാഷണൽ ഷ്രൈനിലേക്ക് ഞങ്ങൾ കയറിയെത്തി. ഇവിടെ വെച്ചാണ് സെന്റ് തോമസ് കൊല്ലപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കവാടത്തിൽ സെന്റ് തോമസിന്റെയും യേശുക്രിസ്തുവിന്റെയും ഒരു പ്രതിമ. കയറി ചെല്ലുമ്പോൾ പള്ളിക്കകത്ത് നവീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അകം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പുറത്തുനിന്ന് ഞാൻ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. 1523 പോർച്ചുഗീസുകാരാണ് ഇവിടെ ആദ്യമായി ഒരു പള്ളി നിർമ്മിക്കുന്നത്. ഇവിടെ വെച്ചാണ് സെന്റ് തോമസ് കൊല്ലപ്പെട്ടതെന്നാണ് വിശ്വാസം. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പല കഥകൾ പ്രചാരത്തിലുണ്ട്. AD 72 ഈ മലയിൽ വെച്ച് കാളീഭക്തനായ ഒരു ഹൈന്ദവ പുരോഹിതൻ അദ്ദേഹത്തെ ശൂലം കൊണ്ട് കുത്തിക്കൊന്നുവെന്നാണ് ഒരു കഥ. അനേകം കാളീഭക്തരെ സെന്റ് തോമസ് ക്രിസ്ത്യാനികളാക്കിയതിന്റെ പ്രതികാരമായിരുന്നത്രേ അത്. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ നഗരത്തിൽ നിന്ന് എത്ര ഉയരത്തിലേക്കാണ് ഞങ്ങൾ കയറി വന്നിരിക്കുന്നതെന്ന് ഇവിടെ നിൽക്കുമ്പോഴാണ് അറിയുന്നത്. ചെന്നൈ നഗരം ഇങ്ങനെ നീണ്ടു പരന്നു കിടക്കുകയാണ്. 426 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരം. താഴെ കൂടി മെട്രോ ട്രെയിൻ കടന്നുപോകുന്നു. 1.25 കോടി ജനം വസിക്കുന്ന നഗരമാണ് ചെന്നൈ. 1400 വർഷം മുൻപ് പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ വലിയൊരു ജനവാസ കേന്ദ്രമായിരുന്നു ഇന്നത്തെ ചെന്നൈ പ്രദേശം. എന്നാൽ മഹാബലിപുരത്തിനുള്ള പ്രാധാന്യം അന്ന് ഈ പ്രദേശത്തിനുണ്ടായിരുന്നില്ല. 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യ കാലത്താണ് ഇവിടം ഒരു പട്ടണമായി വികസിച്ചത്. ഇന്ന് ചെന്നൈ നഗരം ഇങ്ങനെ വിശാലമായി പരന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ 5ാമത്തെ വലിയ മെട്രോ നഗരമാണ് ചെന്നൈ. ഞങ്ങൾ സെന്റ് തോമസ് മൗണ്ടിൽ നിന്ന് ഇറങ്ങി യാത്ര തുടരുകയാണ്. ഈ ഭാഗത്ത് കാണുന്നതൊക്കെ സെന്റ് തോമസ് മൗണ്ടിലെ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാഡമിയുടെ സമീപത്തേക്കാണ്. ഇന്ത്യൻ ആർമിയുടെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാഡമിയാണ് ഈ 2 വശത്തും. 750 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്യാമ്പസ്. 1963 സ്ഥാപിതമായതാണിത്. അവിടെ നിന്ന് GST റോഡിലേക്ക് എത്തുന്നു. GST റോഡ് എന്നാൽ ഗ്രാൻഡ് സൗത്ത് ട്രങ്ക് റോഡ്. ഇതിന്റെ ഒരു ഭാഗം മൗണ്ട് റോഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. പക്ഷേ GST എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇതിലൂടെ നേരെ പുറകോട്ട് പോയാൽ എയർപോർട്ടിലേക്ക് എത്താം. അവിടെ നിന്ന് വീണ്ടും പുറകോട്ട് പോയാൽ ട്രിച്ചി വരെ എത്തും. തലയ്ക്ക് മുകളിൽ മെട്രോയുടെ പല പല പാളങ്ങൾ. ആലന്തൂർ എന്ന മെട്രോ സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ചെന്നൈ മെട്രോയുടെ ഗ്രീൻ ലൈനും ബ്ലൂ ലൈനും സന്ധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിവിടം. അതുകൊണ്ടാണ് പല ട്രാക്കുകൾ മുകളിൽ കൂടി പോകുന്നത്. ബ്ലൂ ലൈൻ ഒരു ദിശയിലേക്ക് പോകും, ഗ്രീൻ ലൈൻ മറ്റൊരു ദിശയിലേക്കും. ഇവിടുത്തെ മെട്രോ സ്റ്റേഷനൊക്കെയാണ് ആ കാണുന്നത്.
അത് കഴിഞ്ഞ് കയറി ചെല്ലുന്നത് കത്തിപ്പാറ ഫ്ലൈ ഓവർ എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിപുലമായ ഫ്ലൈ ഓവർ ശൃംഖലയിലേക്കാണ്. അതിന്റെ ഒരു ഭാഗത്തുകൂടി തലയ്ക്ക് മുകളിൽ മെട്രോ ട്രെയിൻ പാളങ്ങൾ കടന്നുപോകുന്നു. പല ലെവലുകളിലായി റോഡുകൾ പോകുന്നു. ആകാശത്തു നിന്ന് നോക്കിയാൽ ക്ലോവർ പോലെയിരിക്കുന്ന പല ഇന്റർനാഷണൽ സിറ്റികളിലും കാണുന്ന തരത്തിലുള്ള ഫ്ലൈ ഓവറാണിത്. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവറുകളിൽ ഒന്ന്. കാറിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതിന്റെ ബാഹുല്യം മനസ്സിലാകുന്നില്ലെന്നേയുള്ളൂ. അവിടമെല്ലാം പിന്നിട്ട് ഞങ്ങൾ മറ്റൊരു പള്ളിയുടെ മുന്നിലേക്കെത്തുന്നു. സാന്തോം കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന പള്ളി. ഇതാണ് സെന്റ് തോമസിന്റെ ചരിത്രത്തിലെ മൂന്നാമത്തെ പള്ളി. നേരത്തെ കണ്ട മലയിൽ വെച്ച് കൊല്ലപ്പെട്ട സെന്റ് തോമസിനെ സംസ്കരിച്ചിരിക്കുന്നത് ഇവിടെയാണെന്നാണ് വിശ്വാസം. ലിറ്റിൽ മൗണ്ട് ആണെങ്കിലും സെന്റ് തോമസ് മൗണ്ട് ആണെങ്കിലും സാന്തോം ആണെങ്കിലും സെന്റ് തോമസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പേരുകൾ തന്നെയാണ് ആ സ്ഥലങ്ങൾക്കും. 1523 പോർച്ചുഗീസുകാരാണ് ഇവിടുത്തെ ആദ്യ പള്ളി പണിതത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഇന്ന് കാണുന്ന വിധത്തിൽ ഇത് പുതുക്കിപ്പണിയുകയായിരുന്നു. ഞാൻ കയറി ചെല്ലുമ്പോൾ പള്ളിക്കകത്ത് കുർബാന നടക്കുകയാണ്. വിശ്വാസികളെ ശല്യപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ച് ഏറ്റവും പിന്നിൽ നിന്ന് ഏതാനും ഷോട്ടുകൾ എടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. അമച്വർ ശൈലിയിലാണ് ലൈറ്റപ്പ് ഒക്കെ. ഇടയ്ക്ക് പച്ച, ചുവപ്പ്, നീല എന്നിങ്ങനെ നിറങ്ങൾ മാറി മാറി വരും. പിന്നീട് സെന്റ് തോമസ് മൗണ്ടായി മാറിയ മലയിൽ വെച്ച് കൊല്ലപ്പെട്ട സെന്റ് തോമസിന്റെ ദേഹം ഇവിടെ ഒരിടത്ത് കൊണ്ടുവന്ന് സംസ്കരിക്കുകയായിരുന്നു. അന്നിവിടെ പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. ദ ടൂംബ് ഓഫ് സെന്റ് തോമസ് എന്നെഴുതി വെച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ നിലവറയിലാണ് കല്ലറയുള്ളത്. അവിടെ ക്യാമറ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ കാഴ്ചയൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി. സെന്റ് തോമസിനെ സംസ്കരിച്ചത് ഇവിടെയാണെങ്കിലും ഭൗതികാവശിഷ്ടങ്ങൾ ഇന്നിവിടെയില്ല. ആ തിരുശേഷിപ്പിൽ ഭൂരിഭാഗവും ഇപ്പോഴുള്ളത് ഓർത്തോണയിലെ സെന്റ് തോമസ് ബസിലിക്കയിലാണ്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. യാത്ര തുടർന്ന് ഞങ്ങൾ ബീച്ച് ഏരിയയിലേക്ക് എത്തുമ്പോൾ ഈ കാണുന്നത് തമിഴ്നാടിന്റെ പോലീസ് ആസ്ഥാനമാണ്. ഗംഭീരമായൊരു കെട്ടിട കോംപ്ലക്സ്. 1839 ബ്രിട്ടീഷുകാർ പണിതതാണത്. അത് കഴിയുമ്പോൾ കാണുന്നത് വിവേകാനന്ദ ഹൗസാണ്. ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ കീഴിലുള്ളതാണത്. വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെയൊരു കമാനമുണ്ട്. മറീന ബീച്ചിൽ അണ്ണാദുരൈയുടെയും കരുണാനിധിയുടെയും സമാധികളുള്ള ഭാഗം. ഇതെല്ലാം ബീച്ച് ഏരിയ തന്നെ. അതിനപ്പുറം കടലാണ്. അണ്ണാദുരൈയുടെയും കരുണാനിധിയുടെയും സമാധി സ്ഥലത്ത് നിന്ന് ഒരു 150 മീറ്റർ ചെല്ലുമ്പോൾ ഇവിടെ 2 ഇല ചിഹ്നത്തോടു കൂടിയ ഒരു ഗേറ്റുണ്ട്. MGRന്റെയും ജയലളിതയുടെയും അന്ത്യവിശ്രമ സ്ഥാനങ്ങൾ ഇവിടെയാണ്. അവിടെയൊക്കെ സന്ധ്യയായതോടെ ധാരാളം ആളുകളുണ്ട്. മറീന ബീച്ചിൽ ഒരിടത്ത് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ ഇറങ്ങി. മറീന ബീച്ചിൽ രാത്രിയാകുമ്പോൾ നല്ല സുഖമാണ്. കടലിൽ നിന്ന് തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കും. പകൽ നേരത്ത് കടുത്ത ചൂടായിരിക്കും നഗരത്തിൽ. അതുകൊണ്ട് ചെന്നൈ നിവാസികൾ വെയിൽ ആറിക്കഴിയുമ്പോൾ ഈ ബീച്ചിലേക്ക് ഇറങ്ങിത്തുടങ്ങും. മിക്കവരും കുടുംബവുമൊത്തായിരിക്കും വരുന്നത്. അവർക്ക് വേണ്ടിയുള്ള ധാരാളം റെസ്റ്റോറന്റുകളും കാപ്പിക്കടകളും ഒക്കെയുണ്ട് ബീച്ചിൽ. പിന്നെ എന്റർടൈൻമെന്റിനുള്ള പല പല സംവിധാനങ്ങളും. ഇതെല്ലാം ബീച്ചാണ്. അങ്ങേയറ്റത്താണ് കടൽ. നല്ല വീതിയുള്ള ഒരു ബീച്ചാണ്. ബീച്ചിൽ പലയിടത്തായി ഇത്തരത്തിൽ നിരവധി റെസ്റ്റോറന്റുകളും തട്ടുകടകളും കാണാം. ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനായി മണലിൽ ഇരിപ്പിടങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നു. ഞങ്ങൾ ആ മണൽപ്പരപ്പിലൂടെ കുറേ നേരം നടന്നു. നല്ല കാറ്റുണ്ട്. സുഖകരമായ കാറ്റാണ്. 13 കിലോമീറ്റർ നീളമുള്ള തീരമാണ് മറീന ബീച്ച്. ഏതാണ്ട് 1/2 കിലോമീറ്റർ വരെ വീതിയുമുണ്ടിതിന്. യൂറോപ്യന്മാരുടെ വരവോടെയാണ് ഇവിടം ഒരു വിശ്രമ കേന്ദ്രമായി മാറിയത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ബ്രിട്ടീഷുകാർ ഒരു പ്രൊമനേഡ് പണിത് ബീച്ചിനെ ഒന്ന് സൗന്ദര്യവൽക്കരിച്ചു. ആ കാലത്ത് സായന്തനങ്ങളിൽ യൂറോപ്യർ കുടുംബസമേതം ഉല്ലസിക്കാനായി ഈ ബീച്ചിലെത്തിയിരുന്നു. ഇവിടെ എയർ ഗണ്ണും പെല്ലറ്റ്സുമായി ഒരാൾ ഇരിക്കുന്നുണ്ട്. വെടിവെക്കാം.
എന്റെ കൂടെയുള്ള സെന്നിക്ക് വെടിവെച്ചാൽ കൊള്ളാമെന്ന് ഒരു താല്പര്യം. സെന്നി ചെന്നൈയിൽ ജീവിക്കുകയാണെങ്കിലും മറീന ബീച്ചിൽ വന്ന് ഇതുപോലുള്ള പണിക്കൊന്നും ഇറങ്ങാറില്ല. ഗൗരവമാർന്ന ജേർണലിസ്റ്റാണല്ലോ ആൾ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സെന്നി തോക്ക് കയ്യിലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടകൾ പല വഴിക്ക് പാഞ്ഞു. ഒറ്റയെണ്ണം ബലൂണിൽ കൊണ്ടില്ല. അത്രയും ബലൂണുകൾ നിരന്നു നിന്നിട്ടും ഒരെണ്ണത്തിൽ പോലും കൊള്ളുന്നില്ല. 10 പെല്ലറ്റ്സാണ് സെന്നിക്ക് കൊടുക്കുക. ആദ്യത്തെ 8 ഉണ്ടയും പാഴായി. ഒരു ബലൂൺ പോലും പൊട്ടിയിട്ടില്ല. ഒടുവിൽ സെന്നി പണി പഠിച്ചു. അവസാനത്തെ 2 ഉണ്ട ലക്ഷ്യത്തിലെത്തിച്ചു. നല്ലൊരു വെടിക്കാരനായി സെന്നി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പകലത്തെ കഠിനമായ ചൂടിൽ നിന്നും ആശ്വാസം തേടി സന്ധ്യ കഴിയുമ്പോൾ ചെന്നൈ നിവാസികൾ ഈ ബീച്ചിലേക്കെത്തുന്നു. ഇവിടെ പലവിധ പലഹാരക്കടകളുണ്ട്. നമ്മുടെ വീടുകളിൽ പണ്ട് ഉണ്ടാക്കുമായിരുന്ന കപ്പ ഉപ്പേരി പോലത്തെ സാധനങ്ങളൊക്കെയുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് ഏറെ നേരമായി. നല്ല ക്ഷീണമുണ്ട്. ഓരോ ചായ കുടിക്കാമെന്ന് തീരുമാനിച്ചു. ഇഞ്ചി ചായയാണ് ഇവിടുത്തെ ഒരു വിശിഷ്ടമായ ചായ. ആയിരങ്ങൾ വരുന്ന ബീച്ചിനെ ഉപജീവിച്ചു കഴിയുന്ന ഇത്തരം നിരവധി ലഘുഭക്ഷണശാലകൾ ഈ ഓരങ്ങളിലുണ്ട്. ചായ റെഡിയായി. അതങ്ങനെ തിളച്ചു പോകുന്നു. അത് കപ്പുകളിലേക്ക് പകർന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു ചായ കുടിക്കലാണ് ഈ ഷൂട്ടിങ്ങിനിടെയുള്ള ഒരു വിനോദം. ഞങ്ങൾക്കുള്ള ചായ റെഡി. നല്ല ഗംഭീര ചായയാണ്. സെന്നിയും അത് സാക്ഷ്യപ്പെടുത്തി. ചില ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മറീന ബീച്ചിൽ എത്താറുണ്ട്. പാർട്ടി സമ്മേളനങ്ങളും ആഘോഷങ്ങളുമൊക്കെ ഉള്ളപ്പോൾ പ്രത്യേകിച്ചും. ഇവിടെയുള്ള സ്മൃതി കുടീരങ്ങൾ ഒന്ന് സന്ദർശിക്കാമെന്ന് കരുതി ഞങ്ങൾ നടന്നു. അണ്ണാദുരൈ, കരുണാനിധി, MGR, ജയലളിത എന്നിവരുടെ ഒക്കെ കുടീരങ്ങൾ ഇവിടെയുണ്ടല്ലോ. ആദ്യം ചെല്ലുന്നത് MGRനെയും ജയലളിതയും സംസ്കരിച്ചിരിക്കുന്നിടത്തേക്കാണ്. കവാടത്തിൽ പറക്കുന്ന കുതിരയുടെ ഒരു ശില്പം. അവിടം കടന്നു നടന്നു. അങ്ങേയറ്റം വരെ കുറെ നീളത്തിലുണ്ട് സ്മൃതി കുടീരങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യാനം. കയറി ചെല്ലുമ്പോഴേ കാണുന്നത് MGRന്റെ ഒരു പ്രതിമയാണ്. അതിന് തൊട്ടപ്പുറത്ത് ജയലളിതയുടെ പ്രതിമയും. അതിന്റെയൊക്കെ മുന്നിൽ നിന്ന് ചിലർ ഫോട്ടോ എടുക്കുന്നു. ഇവിടെ രാത്രിയിൽ വരുന്നത് തന്നെയാണ് നല്ലത്. പകൽ വന്നാൽ വലിയ ചേല് കാണില്ല. രാത്രിയിൽ നന്നായി ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ അങ്ങനെ നടക്കുമ്പോൾ MGRനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. മരുതൂർ ഗോപാലൻ രാമചന്ദ്രൻ എന്ന MGR ജനിച്ചത് മലയാളി ദമ്പതികളുടെ മകനായിട്ടാണ്. പാലക്കാട്ടെ ഒരു നായർ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ചെറുപ്പത്തിലെ ദാരിദ്ര്യം കാരണം വലിയ വിദ്യാഭ്യാസം നേടാനായില്ലെങ്കിലും രാമചന്ദ്രൻ കലാകാരനായിരുന്നു. ഒറിജിനൽ ബോയ്സ് എന്ന നാടക സംഘത്തിൽ ചേർന്നാണ് അക്കാലത്ത് ജീവിക്കാനുള്ള വക കണ്ടെത്തിയത്. അദ്ദേഹത്തെ സംസ്കരിച്ചത് ഇവിടെയാണ്. 1936 സതി ലീലാവതി എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറിയ രാമചന്ദ്രൻ MGR ആയി തമിഴ് സിനിമയെ അടക്കി ഭരിച്ചത് പിന്നത്തെ ചരിത്രം. ആദ്യം കോൺഗ്രസുകാരനായിരുന്ന അദ്ദേഹം അണ്ണാദുരൈയുടെ സ്വാധീനത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടിയിൽ അംഗമായി. അണ്ണാദുരൈയുടെ മരണശേഷം AIDMK രൂപീകരിച്ച് 1977 തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി. 1987 മരിക്കും വരെയും അദ്ദേഹം ആ പദവി നിലനിർത്തുകയും ചെയ്തു. ഇതാണ് ജയലളിതയുടെ സ്മാരകം. ജയലളിത MGRന്റെ സിനിമകളിലെ നായികയായിട്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത്. പിന്നീട് MGRന്റെ ഇതേ കനിയായി മാറി. ജാനകി എന്ന ഭാര്യ ഉണ്ടായിരുന്നെങ്കിലും ജയലളിതയായിരുന്നു MGRന് പ്രിയപ്പെട്ടവൾ. ഇതാണ് ജയലളിതയെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലം. വാരിയെല്ല് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് അതിനു മുകളിലെ നിർമ്മിതിക്ക്. ഇതാണ് ജയലളിതയുടെ സ്മൃതി കുടീരം. MGRന്റെ ഹൃദയക്കനിയായി മാറിയ ജയലളിതയെ അദ്ദേഹം തന്നെയാണ് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നത്. MGRന്റെ പിന്തുടർച്ചാവകാശിയായി മാറാനുള്ള ശ്രമം അവർ നടത്തുകയും ചെയ്തു. പക്ഷേ MGR മരിച്ചപ്പോൾ വീട്ടുകാരും ബന്ധുക്കളും രാഷ്ട്രീയക്കാരുമെല്ലാം കൂടി ജയലളിതയെ ആട്ടിപ്പുറത്താക്കി. പക്ഷെ പിന്നീട് അവർ അതിശക്തമായി തിരിച്ചു വന്നതാണ് തമിഴ്നാട് കണ്ടത്.
1991-നും 2016-നും ഇടയിൽ 14 വർഷത്തിലേറെ അവർ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി. ഇതിനിടെ വലിയ അഴിമതി കേസുകളിൽപ്പെട്ടു. കുറെ കാലം ജയിലിൽ കിടന്നു. തോഴി ശശികലയുമൊത്ത് മറ്റാരെയും അധികം ഗവനിക്കാതെയാണ് ജയലളിത തമിഴ്നാട് ഭരിച്ചത്. ഒടുവിൽ ഒരു ദിവസം ദുരൂഹമായ സാഹചര്യത്തിൽ അവർ ആശുപത്രിയിലാകുന്നു. ഏതാനും നാൾ ആശുപത്രിയിൽ കോമ അവസ്ഥയിൽ കിടക്കുന്നു. പിന്നീടവർ മരിച്ചതായി ലോകം അറിയുന്നു. അങ്ങനെ ഒരു ദുരന്തമായി ജയലളിതയുടെ ജീവിതം അവസാനിച്ചു. ഞാൻ തിരിച്ചു നടക്കുന്നത് MGRന്റെ സ്മാരകത്തിന് സമീപത്തുകൂടി തന്നെയാണ്. ഭാരതരത്നം കിട്ടിയ MGR അന്ത്യനിദ്ര കൊള്ളുന്നത് ഇവിടെയാണ്. പൂക്കൾ കൊണ്ടലങ്കരിച്ച ഒരു കറുത്ത മാർബിൾ കുടീരം. ഇനി കരുണാനിധിയുടെയും അണ്ണാദുരൈയുടെയും സ്മാരകം കാണാൻ പോകണം. അവിടം ലക്ഷ്യമാക്കി ബീച്ചിലൂടെ നടത്തം തുടർന്നു.